സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സിന്റെ സെക്കൻഡ് സെഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യ ഭാഗത്തിൽ കണ്ടത് എന്തൊക്കെയെന്ന് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? എന്തൊക്കെയാണ് കണ്ടത്? ഏറ്റവും ബേസിക് ലെവൽ കാര്യങ്ങളായിരുന്നു. വർഗവും വർഗമൂലവും എങ്ങനെ കണ്ടെത്താം, നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യകളുടെ മീൻസ് നോർമൽ നമ്പേഴ്സിന്റെ ഡെസിമൽ നമ്പേഴ്സ്, അതേപോലെ ഫ്രാക്ഷൻസ്. ഡെസിമലിൽ നമ്മൾ റെക്കറിംഗ് ഡെസിമലിന്റെ കേസും പറഞ്ഞു. ആവർത്തിക്കുന്ന ദശാംശത്തിന്റെ വർഗവും വർഗമൂലവും ഒക്കെ കണ്ടെത്തിയിരുന്നു. അതൊക്കെ അറിയില്ല എന്നാണെങ്കിൽ ആ സെഷൻ ഒന്ന് കണ്ടിട്ട് ഇതിലേക്ക് വരിക. സോ അതെല്ലാം തറവായിട്ടുണ്ടെങ്കിൽ കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നമ്മൾ വർഗം കണ്ട സമയത്ത് രണ്ട് രീതികൾ കണ്ടിരുന്നു. സാധാരണയായി നമ്മൾ കാണാറുള്ള ഒരു ഷോർട്ട് രീതി, അത് കൂടാതെ ഒരെണ്ണം കൂടി കണ്ടിരുന്നു. അത് പല സ്ഥലങ്ങളിലും യൂസ് ആവുകയെ അതറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി കണ്ടുകൊള്ളൂ. സോ അതെല്ലാം തറവാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. സോ ഇന്നത്തെ സെഷനിൽ നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്, ഇവിടെ നോക്കി കാണാം, മെയിൻ അജണ്ട എന്ന് പറയുന്നത് സ്പെഷ്യൽ മോഡൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് സ്പെഷ്യൽ മോഡൽസ് ഉണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. PSC ലെവൽ എക്സാംസ് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതല്ല, ഓൾ ഇന്ത്യ ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധയോടെ കേട്ടോളൂ. ഈ സ്പെഷ്യൽ മോഡൽസ് സാധാരണ പഠിക്കാനുള്ള കുറച്ച് മോഡൽസ് ഉണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. അതിൽ ഷോർട്ട് ട്രിക്സ് ഉണ്ട്. ആ ട്രിക്സ് വന്ന രീതികൾ ചിലപ്പോൾ പഠിക്കാറുണ്ടാവില്ല. കാണാതെ ട്രിക്സ് പഠിച്ചു വെക്കുവാണെങ്കിൽ അവിടെ വരാൻ പോകുന്ന ചില കുഴപ്പങ്ങൾ ഒന്ന് കാണിച്ചിട്ട് സെഷനിലേക്ക് പോവാം. റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് ഇങ്ങനെ ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുടെ ആൻസർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അവിടെ ആൻസർ ആയിട്ട് 3 എന്ന് പറഞ്ഞ് പറയാറുണ്ട്. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഓക്കെ, അറിയാൻ പാകത്തുണ്ടെങ്കിൽ പേടിക്കേണ്ട. സോ ഇങ്ങനെയാണെങ്കിൽ ഇതെടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ ട്രിക്കിൽ നിന്ന് 3 ഒക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് 8 പ്ലസ് റൂട്ട് ഓഫ് 8 പ്ലസ് റൂട്ട് ഓഫ് 8 പ്ലസ് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്ന ചോദിച്ചാലോ? ഇവിടെയും ഈ ട്രിക്കിന്റെ അടിസ്ഥാനത്തിൽ പോവുകയാണെങ്കിൽ, അറിയാവുന്നവരുണ്ടെങ്കിൽ അവിടെയും 3 എഴുതാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇതിന്റെ ആൻസർ തെറ്റാ. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് പറയാൻ കാരണം, ഓൾ ഇന്ത്യ ലെവൽ എക്സാമിൽ, പ്രത്യേകിച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന NTPC പോലത്തെ എക്സാമിൽ ഫേസ് 2-ൽ ഈ മോഡൽ ചോദ്യം ഉണ്ടായിരുന്നു. ഈ മോഡൽ അല്ല, ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ അല്ല, ഇങ്ങനത്തെ മോഡൽ ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ രൂപങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ടതാണ്. അതുകൊണ്ട് ഈ സെഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടോണം. സോ അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് ഒന്ന് പോവാം. സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ സെഷനിലേക്ക് ഇനി പോവുകയാണ്. സ്പെഷ്യൽ മോഡൽസ് എന്ന് പറഞ്ഞു ഓൾ ഇന്ത്യ ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് കണ്ടിരിക്കാം. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് പുതുമയുള്ള കുറച്ച് ആശയങ്ങൾ തീർച്ചയായും കിട്ടുന്നുണ്ടാവും. സോ അതിൽ നമ്മൾ ഫസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്നത് സ്പെഷ്യൽ മോഡൽസ് 1. ഓക്കെ, മോഡൽ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാമല്ലോ. റൂട്ട് ഓഫ് 3 ഹോൾ റൂട്ട് ഉണ്ട്. ഒരു വലിയ റൂട്ടിനകത്ത് 3 ഉണ്ട്, അതിനകത്ത് വീണ്ടും ഒരു റൂട്ട് 3. ഇതിന്റെ ആൻസർ പറയാനാണ്. ഇത് ഏറ്റവും ബേസിക് മോഡലാണ്. സോ ഇതിന്റെ ആൻസർ ഒരു പക്ഷേ പലർക്കും ഇപ്പൊ കിട്ടി കാണുമായിരിക്കും. ഇങ്ങനത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പേടിക്കണ്ട, ഇതിനൊരു ഫോർമുലയുണ്ട് വരുന്നതിന്. ഒരു ഷോർട്ട് ഫോർമുലയുണ്ട്. ആ ഫോർമുലയൊക്കെ എഴുതുന്നതിന് മുമ്പ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് കുറച്ചുകൂടി രസകരമായിരിക്കും. റൂട്ട് ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഇതിനെ ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ പവർ 1/2 എന്ന് പറഞ്ഞ് കാണാം എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെഷനിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നമ്മൾ ഒന്ന് കാണുകയാണെങ്കിൽ ഇങ്ങനെ ഈ 3 അതുപോലെ എഴുതി. ഈ റൂട്ട് 3ക്ക് എന്ത് ചെയ്യാം? 3 പവർ 1/2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഗുണനമുണ്ട്, ഇൻറ്റു ചിഹ്നം. സോ ഇവിടെ നമുക്ക് എക്സ്പോണൻസ് കൃത്യങ്ങളുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയാലോ. ബേസുകൾ സെയിം ആണെങ്കിൽ ഇവിടെ പവർ 1 ഉണ്ട്, ഈ ഇത് നിങ്ങൾ കൂട്ടാം. അതറിയില്ലെങ്കിൽ ഓർത്താൽ മതി. 2² × 2³ എന്ന് പറഞ്ഞാൽ 2 വട്ടമുണ്ട്, ഈ 2 3 വട്ടം ഗുണിച്ചിരിക്കുന്നു. സോ ടോട്ടൽ 2 5 വട്ടം ഗുണിച്ചിരിക്കുന്നു എന്ന് പറയും. അതാണ് നമ്മൾ ഇത് തമ്മിൽ കൂട്ടുന്നതായിട്ട് ഒരു ഐഡന്റിറ്റി പോലെയൊക്കെ പഠിച്ചു വെക്കാറുള്ളത്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുവാണെങ്കിൽ ഇതിപ്പോ എന്താവും? 3 പവർ 1 പ്ലസ് 1/2. 3 കോമൺ ആയിട്ടുള്ള ബേസ്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രം 1 പ്ലസ് 1/2 പവേഴ്സ് കൂട്ടുക. എത്ര കിട്ടും? 1.5 എന്ന് വെച്ചാൽ 3 പവർ 3/2. ഒരു റൂട്ട് ഇവിടെ ഉണ്ടല്ലോ, ആ റൂട്ട് അതുപോലെ ഇട്ടു. ഈ റൂട്ടിന്റെ അർത്ഥം എന്താ? പവർ 1/2. അതിന്റെ അർത്ഥം 3 പവർ 3/2 ഹോൾ പവർ 1/2. ഇതെന്ത് ചെയ്യും? തമ്മിൽ മൾട്ടിപ്ലൈ എന്നറിയാലോ. 3/2 × 1/2 ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ അറിയാമെങ്കിൽ ആൻസർ 3 പവർ 3/4. സോ ഇതിന്റെ ഉത്തരം 3 പവർ 3/4 ആ.
ഇത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പോയ സമയം എടുക്കില്ലേ എന്ന് ചോദിച്ചാൽ ശരിയാ, സമയം എടുക്കും. അതിനാണല്ലോ ചെറിയ ഒരു ട്രിക്ക് ഉള്ളത്. ആ ട്രിക്കിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ നിന്നും ട്രിക്ക് ഒന്ന് കാണൂല എന്നറിയാം. സോ ഇവിടെ ആക്ച്വലി നോക്കുവാണെങ്കിൽ ഈ 3ക്ക് ഈ റൂട്ടും ബാധകമായിട്ട് വരും. ഈ 3ക്ക് ഈ റൂട്ടല്ലേ ഉള്ളൂ. സോ ഇതിനെ ബേസിക്കലി 3/1/2 into 3/1/4 എന്ന് എഴുതാം. കാര്യം എന്താ, ഡബിൾ റൂട്ട് ഉണ്ട്. സി ഈ 3 ആക്ച്വലി ഒരു റൂട്ട് ഉണ്ട്, വീണ്ടും ഒരു റൂട്ട് ഉണ്ട്. സോ അതിന്റെ അർത്ഥം 3/1/4 ആ 3/1/2 ഹോൾ പവർ 1/2 3/1/4. ഇങ്ങനെ കാണാമെങ്കിൽ ആ ട്രിക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതിന്റെ ഉത്തരം വരാൻ പോകുന്നത് അരയും കാലം കൂടി കൂട്ടിയാൽ ബുക്കാല്ലേ 3/3/4. ഇനി വീണ്ടും കണക്ട് ചെയ്യാൻ ഒരു സാധനം പറയട്ടെ. നിങ്ങൾ ഫ്രാക്ഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഭിന്നസംഖ്യ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുഞ്ഞു ട്രിക്കിന്റെ സാധനമുണ്ട്. 1/2 + 1/4 ആൻസർ വരാൻ പോകുന്നത് 3/4 ആണ്. 1/2 + 1/4 + 1/8 ചോദിച്ച ആൻസർ 7/8 വരും. അടുത്ത 1/2 + 1/4 + 1/8 + 1/16 + 1/32 ചോദിച്ച ആൻസർ 1/32 വരും. ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടോളൂ, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇവിടെ എങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്താൽ ഇവിടെ അവസാനിക്കുന്ന 4 അല്ലേ, അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ 3 എഴുതി. 8 അല്ലേ, 1 കുറവുള്ള സംഖ്യ 7 എഴുതി. 32 അവസാനിക്കുന്നത് 1 കുറവുള്ള സംഖ്യ 31 എഴുതി. ഇവിടെ നോക്കിയാൽ 2ന്റെ പവേഴ്സിൽ മാത്രമാണ് പോയിരിക്കുന്നത്. എല്ലാം വന്നിട്ട് ഓർഡറിൽ. അങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്യും? യെസ് ആ ലാസ്റ്റ് പവർ താഴെ വരും. അതിന്റെ ടോപ്പില് ആ പവറിനേക്കാൾ 1 കുറച്ച സംഖ്യ വരും. അതിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ 2 ടേംസ് ഇല്ലേ, 2 ടേംസ് റൂട്ടിനകത്ത് മീൻസ് 2 റൂട്ടുകൾ വന്നിട്ടില്ലേ. അതിന്റെ അർത്ഥം 1/2 + 1/4 ചെയ്യണം. 2 പേര് 2ന്റെ സെക്കൻഡ് പവർ ആ 4 താഴെ വരും. 4നേക്കാൾ കുറഞ്ഞ സംഖ്യ 1 കുറഞ്ഞ സംഖ്യ മോളി വരും 3/3/4. അത് ഫോർമുലയായിട്ട് ഇപ്പൊ ഈ കണ്ട ഫ്രാക്ഷൻ അഡീഷനൊക്കെ ഒരു ഫോർമുല വരുന്ന ഇതാണ്. എന്താണോ നമ്മുടെ സംഖ്യ അതിന്റെ പവറിൽ 2n - 1 / 2n. ഇതാണ് ആ ഫോർമുല. 3/2 പവർ എന്താണോ നമ്മുടെ റൂട്ടിലുള്ള സംഖ്യ അതിന്റെ പവറിൽ ഈ ഒരു ഓപ്പറേഷൻ 2n - 1 / 2 ഈ n കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നോക്കിയാൽ മതി എത്ര റൂട്ടുകൾ വന്നിട്ടുണ്ട്. അതാണ് സിമ്പിൾ ആയിട്ട് പറയാൻ. അപ്പൊ ഇവിടെ 2 ആണ്. സോ 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണ്. 4 - 1 3 / 2 സ്ക്വയർ 4. സോ 3/3/4. ഒന്നും മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയാം. ആക്ച്വലി ആശയം വന്നത് നമ്മൾ ഫ്രാക്ഷനിൽ പഠിക്കുന്ന സംഭവത്തിൽ നിന്ന് 1/2 + 1/4 + 1/8 ചെയ്താൽ നമുക്ക് 7/8 കിട്ടുമെന്ന് വെച്ചാൽ 2ന്റെ ഹയസ്റ്റ് പവർ ഇവിടെ 2³ അതായത് 8 ആണ്. മോളിൽ 1 കുറച്ച് എഴുതാം. അതിന്റെ അടിസ്ഥാനത്തിൽ എഴുതുവാണെങ്കിൽ ഇവിടെ നമുക്ക് 1/2 1/4 ഉണ്ട്. സോ 2ന്റെ പവർ 2 സ്ക്വയർ അതായത് 4 ആണ് നമുക്ക് ഏറ്റവും മാക്സിമം ഉള്ളത്. സോ നമ്മുടെ സംഖ്യ അതുപോലെ എടുത്ത് എഴുതി. ഇനി മോളിൽ നമുക്ക് ഫ്രാക്ഷൻ വരും. ആ ഫ്രാക്ഷൻ വരുന്നത് 4 ഡിനോമിനേറ്റർ ആണ്, 1 കുറച്ച് 3 ന്യൂമറേറ്റർ. ഇത് വരുന്ന ഫോർമുലയാണ് കാണിച്ചത്. വേണമെങ്കിൽ നിങ്ങൾ ഇതിനെ x എന്ന് വിളിക്കുവാണെങ്കിൽ x പവർ 2n - 1 / 2n. സംഖ്യ എഴുതി അതിന്റെ പവറിൽ 2n - 1 / 2n. n കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര റൂട്ട്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെ 3 റൂട്ടുകൾ ഉണ്ടെങ്കിൽ 2³ - 1 / 2³ എഴുതുന്നത്. അത് ഈ ഫോർമുല പോലെ പഠിക്കണമെന്നില്ല. 3 റൂട്ട് ഉണ്ടെങ്കിൽ എന്താണ് 2ന്റെ തേർഡ് പവർ. അപ്പൊ ഇവിടെ 8 വന്നാൽ ഇവിടെ 7 വന്നേനെ. ഓക്കെ അല്ലേ? അത് വന്നത് എവിടെ നിന്ന് മനസ്സിലാവും? ഇതാണ് ആശയം. ഫ്രാക്ഷനിൽ വരുന്ന ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. PSCയിലൊക്കെ ചോദിച്ചിട്ടുള്ള 1/2 + 1/4 + 1/8 + 1/16 + 1/30 + 1/64 ഈക്വൽ ടു എത്ര? 63/64. ഈസി. അതിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾ പല ആൾക്കാരും മനസ്സിലാക്കി കാണുന്നില്ല. ഈ ഫോർമുല കണ്ടിട്ടുണ്ടോ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സിന് പകരം ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ എ എന്നായിരിക്കും. പക്ഷെ ഇതിനെ എ എന്ന് പറഞ്ഞെടുക്കുവാണെങ്കിൽ ഈ രീതിക്കായിരിക്കും ചിലപ്പോൾ കണ്ടിരിക്കുന്നത്. പക്ഷെ വന്ന ആശയം ഇതാണ്. അതുകൂടി അറിഞ്ഞാൽ ഈസി ആണ്. അടുത്ത് നോക്കിക്കോളൂ. √3 നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലായെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു √3, ഇതിനകത്തൊരു √3. ഇത് എൻഡ് ചെയ്യുന്ന സംഭവങ്ങളല്ലേ. മീൻസ് 4 പേരല്ലേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നോക്കൂ. 1 2 3 4 4 പേരുണ്ട്. സോ 2ന്റെ പവർ എവിടം വരെയുണ്ട്? 2ന്റെ പവർ 4 എത്രയാ? 16. സോ ഇതിന്റെ ആൻസർ വരാൻ പോകുന്ന നോക്ക് 3/16 വരെ. അപ്പൊ 15/16. ഈസി അല്ലേ? 3/15/16 ഫോർമുല ഉപയോഗിക്കേണ്ടത്. ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. 3യുടെ പവർ 2n - 1 / 2n. സോ 3യുടെ പവറിൽ 2n 1 2 3 4 4 2/4 16. 16 നിന്ന് 1 കുറച്ചാൽ 15 / 2/4 16. ഈസി അല്ലേ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
റൂട്ടിനകത്ത് 7 വീണ്ടും റൂട്ടാണ് 7 7 7 7 1 2 3 4 5 5 ഉണ്ട്. സോ എന്ത് വരും? 2 ന്റെ പവർ 5. 2 പവർ 5 എത്രയാണ്? 32. സോ 7 പവർ 31/32. ആൻസർ കണ്ടു പറയാൻ പറ്റത്തില്ലേ? ആൻസർ കണ്ടു പറയാൻ പറ്റത്തില്ലേ? സി നോക്കിക്കോളൂ, അത് വീണ്ടും എഴുതി കാണിക്കാം. റൂട്ടിനകത്ത് ഒരു 7 ഉണ്ട്, വീണ്ടും ഒരു 7, വീണ്ടും ഒരു 7, വീണ്ടും ഒരു 7. ഇപ്പൊ 4 ഉള്ളൂ, വീണ്ടും ഒരു 7. ഇപ്പൊ 5 7 ആയില്ലേ? 1 2 3 4 5. സോ ആക്ച്വലി ആൻസർ വരാൻ പോകുന്നത് 7 2 power n 2 power n minus 1 divided by 2 power n. 1 2 3 4 5. അപ്പൊ 2 power 5 32 minus 1 31 divided by 32. ആക്ച്വലി ഇത് ചെയ്തത് ഇങ്ങനെയായിരുന്നു. 7 പവർ 1/2 ഉണ്ട്, 7 പവർ 1/4 ഉണ്ട്, 7 പവർ 1/8, 7 പവർ 1/16, 7 പവർ 1/32. ഈ ഫ്രാക്ഷൻസ് കൂട്ടിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 32 ആണ് നമുക്ക് താഴെ വരുന്നത്. കാരണം LCM 32 ആയിരിക്കും, ഇവിടെ 31 വരും. ഈസി. ഈ ഫ്രാക്ഷൻ അഡീഷൻ അതുപോലും ചെയ്യാൻ പറ്റില്ല. സോ ആൻസർ എങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർമുല ഓർക്കണ്ട, ഫോർമുല ഓർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫോർമുല ഇതിന്റെ ഫോർമുലയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വരാൻ പോകുന്നത് 2 power n minus 1/2 power n. ഇത് കൊണ്ടാണ് നമുക്ക് ആൻസർ പവറിൽ ഈ സാധനം വരുന്നത്. പവറിൽ വരുന്ന ഫോർമുലയാണ് ഇത്. ബാക്കി ഈ ബേസ് ആരാണോ ആളിട്ടേക്കുക. ഇവിടെ 8 ആണെങ്കിൽ 8 ഇടുക, 9 ആണെങ്കിൽ 9 ഇടുക, 10 ആണെങ്കിൽ 10 ഇടുക, അത്രേ ഉള്ളൂ. എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. അത് 2 ന്റെ പവറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഡിനോമിനേറ്റർ വരും, മോളിൽ ഒന്ന് കുറച്ച് എഴുതുക. ഓക്കെ. സോ നമ്മൾ SSCയുടെ സെഷൻ കാണുമ്പോൾ ഇത് കൂടാണ്ട് വേറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അതിലേക്ക് ഇപ്പോൾ PSC ലെവലിലാണ്ട് വേറെ വെറൈറ്റീസിലേക്ക് പോകുന്നില്ല. ഇതിപ്പോൾ സ്ക്വയർ റൂട്ട് അല്ലേ, ക്യൂബ് റൂട്ടിനും ഇങ്ങനെയൊക്കെ ആശയങ്ങളുണ്ട് കേട്ടോ. വേറെ ക്യൂബ് റൂട്ടിനും അതൊക്കെ നമുക്ക് ആ സെഷനിൽ കാണാം. ഓക്കെ. സ്പെഷ്യൽ മോഡൽസ് 2 √3 ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു. ഇൻഫിനിറ്റി വരെ ഓർത്തോണം. നമ്മൾ ഇത് കണ്ടത് ഇവിടെ എൻഡ് ചെയ്യുന്നതായിരുന്നു. നെക്സ്റ്റ് കാണുന്ന മോഡൽ ഇൻഫിനിറ്റി വരെ പോകുന്ന കേസിൽ √3 ഇങ്ങനെ ഡോട്ട് ഉണ്ടാവും. ചിലപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയും. ഇൻഫിനിറ്റി വരെ പോകുന്നത് സിമ്പിൾ ഉണ്ടാവും. ഈ സെയിം ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ പോലും നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്താ വെച്ചാൽ ദാ ഇവിടെയുള്ള ആള് തന്നെ. അവിടെയുള്ള ആള് തന്നെ. സംശയം ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റി ചെയ്തെന്ന് അറിയാലോ. സംതിങ് പവർ ഇൻഫിനിറ്റി എന്ത് വരും? അത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡിവൈഡ് ബൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് വരും. അത് 1 വരുന്നുണ്ടാവും. സോ 3 power 1 ആൻസർ 3. സോ ഇതിന്റെ പവറിൽ കൊടുക്കുന്ന സാധനം 1 ആയിട്ട് മാറും. സോ എന്ത് വരും? ഈ ആൻസർ എന്താണോ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇൻഫിനിറ്റി വരെ ഉണ്ടെങ്കിൽ ആ ആള് തന്നെ വരും. അതറിയാമെങ്കിൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും. √5 അപ് ടു ഇൻഫിനിറ്റി. നെക്സ്റ്റ് ഇവിടെ 3 പകരം 5 വന്നു, ഇൻഫിനിറ്റി വരെ പോകുന്നു. സോ ആൻസർ എന്ത് വരും? 5. സോ എൻഡ് ചെയ്യുന്ന കേസ് തൊട്ട് മുമ്പ് കണ്ട മോഡൽ ഇത് എൻഡ് ചെയ്യാതെ പോകുന്നു. എൻഡ് ചെയ്യുന്ന കേസിൽ എത്ര റൂട്ടുകൾ വന്നിട്ടുണ്ടെന്ന് നോക്കുന്നു. അത് 2 ന്റെ പവറിൽ കൊടുക്കുന്നു. മോളിൽ എന്ത് എഴുതും? മോളിൽ നമ്മൾ അതിന് ഒന്ന് കുറച്ച് എഴുതും. ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടെങ്കിൽ റൂട്ടിനകത്തുള്ള ആള് തന്നെ ആൻസർ. നെക്സ്റ്റ് √11 അപ് ടു ഇൻഫിനിറ്റി. 5 പകരം 11 വന്നു. ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ നോക്കിയാൽ മതി. ആൻസർ എന്താണ്? 11. ഈസി അല്ലേ? സോ മൾട്ടിപ്ലിക്കേഷൻ മോഡലിൽ 2 മോഡൽസ് ഇപ്പൊ കണ്ടു. ഫസ്റ്റ് മോഡൽ ഏതായിരുന്നു? ജസ്റ്റ് എൻഡ് ചെയ്യുന്ന. ഒന്നെങ്കിൽ 2 പേര്, 3 പേര്, 4 പേര്, 5 പേര്, എത്ര പേരുണ്ടോ അത്ര. യെസ്. ഇപ്പൊ 3യുടെ റൂട്ട് നമുക്ക് 5 എണ്ണം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ വരുന്നത്? 3 പവർ 5 ഉണ്ടെങ്കിൽ 2 power 5 32. അപ്പൊ 31/32. ഇനി 7ന്റെ നമ്മൾ റൂട്ടിനകത്ത് 7 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 7 പേരുണ്ടിരിക്കട്ടെ. മീൻസ് 7 റൂട്ടുകൾ വന്നിട്ടുണ്ടിരിക്കട്ടെ. സോ 7 പവർ 2 power 7 എത്ര? 2 power 5 32, 2 power 6 64, 128. 127/128 വരുന്നുണ്ടാവും. 7 power 120, 7 divided by 128. വേറെ നമുക്ക് സിംപ്ലിഫൈ പറ്റുന്നുണ്ടാവില്ല. അത് നമുക്ക് എൻഡ് ചെയ്യുന്ന കേസ്. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി വരെ പോകുന്ന കേസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആ റൂട്ടിനകത്തുള്ള ആൾ തന്നെ വരും. ഏതാണോ സംഖ്യ അത് തന്നെ വരും. സോ അത് മനസ്സിലായെങ്കിൽ നെക്സ്റ്റിലേക്ക് പോവാം. അടുത്തത് സ്പെഷ്യൽ മോഡൽസ്. നെക്സ്റ്റ് കേസ് ആണ് 3.1 എന്ന് കിട്ടിയിട്ടുണ്ട്. √2 + √2 നമ്മൾ ഏറ്റവും ആദ്യമേ സംസാരിച്ച √6 എന്ന് പറഞ്ഞില്ലേ, അതേപോലത്തെ മോഡലിലേക്ക് നമ്മൾ കിടന്നു. ഇതാണ് നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത്. സോ സ്പെഷ്യൽ മോഡലാണ്. സോ അതിന്റെ തേർഡ് മോഡലാണ്. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മോഡൽ കണ്ടു മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ നമുക്ക് വരുന്ന അഡീഷൻ ശ്രദ്ധിച്ചു. √2 ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ക്വാഡ്രാറ്റിക്
ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പോർഷനാണ്. ഏത് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രൂപാന്തരപ്പെടുത്താൻ പറ്റും. അതിൽ നിന്നാണ് ആൻസറിലേക്ക് വരിക. അത് കൂടാണ്ട് ഉപയോഗിക്കുന്ന ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് വെച്ചാണ് നമ്മൾ സെഷന്റെ തുടക്കത്തിൽ കണ്ട ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞത്. സോ ആദ്യമേ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം, എന്നിട്ട് ട്രിക്ക് പറയാം, അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ സോ അങ്ങനെയെങ്കിൽ ഈ മോഡൽ ചെയ്യുന്ന ഇതിലേ ഉള്ളൂ. നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ അല്ലെങ്കിൽ ഈ ഒരു റൂട്ടിനകത്ത് വരുന്ന ഈ റൂട്ടിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് വിളിക്കും. സോ എക്സിന്റെ ഇതാണ് ഈ സംഗതി എന്ന് പറയും. √2 പ്ലസ് √2 പ്ലസ് √2 പ്ലസ് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രണ്ട് സൈഡും നമ്മൾ സ്ക്വയർ ചെയ്യും. വർഗം അറിയാലോ, ഇവിടെ സ്ക്വയർ ചെയ്താൽ ഇവിടെ സ്ക്വയർ ചെയ്യാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് x² ആവും. ഇവിടെ എന്ത് സംഭവിക്കുന്നു ഒന്ന് ഊഹിക്കാൻ പറ്റുമോ? അറിയാമെങ്കിൽ ഒന്ന് അവിടെ എഴുതി നോക്ക്, ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി മീൻ ചെയ്യുന്ന നോക്കിക്കോളൂ. ഇതിന് എല്ലാവർക്കും കൂടി ഒരു വലിയ റൂട്ട് ഉണ്ടല്ലോ, അതിന്റെ മീനിങ് പവർ 1/2 എന്നാണ്. സോ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെയും നമ്മൾ സ്ക്വയർ ചെയ്യും. അതിന്റെ അർത്ഥം 1/2 × 2. ഈ വലിയ റൂട്ടില്ലേ അയാള് പോകുന്നുണ്ടാവും. സോ ഇവിടെ വരാൻ പോകുന്നത് x² = 2 പ്ലസ് ബാക്കിയുള്ളവന്മാർ അതുപോലെ ഉണ്ട് 2 പ്ലസ് √2 പ്ലസ് ഇങ്ങനെ പോയിക്കൊണ്ട് ഇൻഫിനിറ്റി. സോ ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ നമ്മൾ ഈ ആളെയല്ലേ എക്സ് എന്ന് വിളിച്ചിരിക്കുന്നത്. സോ എന്ത് സംഭവിക്കും? x² = 2 പ്ലസ് എക്സ് എന്നാവും. x² = 2 പ്ലസ് എക്സ്. ഇനി ഈ എക്സ് ഇപ്പുറത്തേക്കും ഈ 2 ഇപ്പുറത്തേക്കും കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. x² = 2 പ്ലസ് എക്സ് എന്നായി. സോ ഇങ്ങനത്തെ മോഡൽസ് കാണുമ്പോൾ ഏറ്റവും ബേസിക്കലി നമുക്ക് നേരെ ഇങ്ങനെ കാണാൻ പറ്റും. x² = 2 പ്ലസ് എക്സ്. 2 പ്ലസ് എക്സ്. ഇവിടെ എന്തുണ്ടോ പ്ലസ് എക്സ് ഉണ്ട്. ഇവിടെയൊക്കെ പ്ലസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. അടുത്ത x² - x - 2 = 0. ഇവരെല്ലാം ഇപ്പുറത്തേക്കും ഇപ്പുറത്ത് 0 ആയി പോകും. ഇതെന്ത് മോഡലാണ്? യെസ്, ഡെഫിനറ്റ്ലി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സി ഡിഗ്രി 2. സോ ഇവിടെ കണ്ടുപിടിക്കുന്നത് അതിന്റെ ആശയപരമായി പറയുകയാണെങ്കിൽ ഇതിന് എക്സിന് 2 വാല്യൂസ് ഉണ്ടാവും. ആ 2 വാല്യൂസിന്റെ പ്രത്യേകത, ആ 2 വാല്യൂസ് തമ്മിൽ ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 കിട്ടണം, കൂട്ടുമ്പോൾ -1 കിട്ടണം. കാരണം എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് -1. അങ്ങനത്തെ സംഖ്യ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ലേ? യെസ്, 2 ഉണ്ട് 1 ഉണ്ട്. ഇവിടെ നമുക്ക് -1 കിട്ടണമെങ്കിൽ -2ഉം 1ഉം ആണ് വരാൻ പോകുന്നത്. -2 × 1 ചെയ്താൽ -2, -2 + 1 ചെയ്താൽ -1. സോ ഇത് ബേസിക്കലി നമ്മൾ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്. x² - 2x പ്ലസ് എക്സ് -2 = 0. ഇവിടെ നോക്കിയാൽ ഈ 2 പദങ്ങൾ എടുത്താൽ എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. ഇവിടെ ബാക്കി എന്ത് വരും? ഒരു എക്സ് കോമൺ എടുത്താൽ ബാക്കി ഒരു എക്സ് വരും മൈനസ്. ഇവിടുന്ന് എക്സ് കോമൺ എടുത്താൽ ബാക്കി 2 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? പ്ലസ് എക്സ് -2 = 0. ഇതിന്റെ അർത്ഥം ഇവിടുന്ന് കോമൺ വീണ്ടും x - 2 കോമൺ അല്ല. x - 2 കോമൺ ആയിട്ട് നമ്മൾ എടുത്താൽ x - 2 × x + 1 = 0. ഇവിടുന്ന് എന്ത് കിട്ടും? x - 2 0 ആണ്. അതിന്റെ അർത്ഥം x = 2 ആവും, x = -1. സോ 2ഉം -1ഉം ആവാം. അതിന്റെ അർത്ഥം നമുക്ക് പോസിറ്റീവ് ആൻസേഴ്സ് ഇവിടെ എടുക്കുന്നുള്ളൂ. എക്സിന്റെ വാല്യൂ 2. സോ ഇവിടെ ചെയ്യുന്ന ഷോർട്ട് രീതി ഇത്രയേ ഉള്ളൂ. ഈ കിടക്കുന്ന സംഖ്യയിൽ ഇതിന്റെ ഘടകങ്ങൾ എടുക്കും. അതിന്റെ ഘടകങ്ങൾ 1ഉം 2ഉം അല്ലേ ഉള്ളൂ. ഓക്കെ, അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നതെങ്കിൽ അതിൽ പ്ലസ് ആണ് കിടക്കുന്നതെങ്കിൽ വലിയ സംഖ്യ. അടുത്തടുത്തുള്ള 2 നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഈ നമ്പറിനെ, ഈ പറഞ്ഞ ക്വസ്റ്റ്യനിലുള്ള നമ്പറിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. ഇവിടെ അടുത്തടുത്തുള്ള നമ്പേഴ്സ് അല്ലേ 1ഉം 2ഉം. അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ആ 1ഉം 2ഉം വന്ന് കണ്ടല്ലോ. അതിൽ നമുക്ക് -1ഉം 2ഉം അല്ലേ ആൻസർ കിട്ടിയ, 2 അല്ലേ എടുത്ത്. സോ പ്ലസ് ആണെങ്കിൽ ഇതുപോലെ 2 നമ്പേഴ്സ് n × n + 1 അല്ലെങ്കിൽ അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ 2 നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാൻ പറ്റിയ അതിലെ വലിയ സംഖ്യയാണ് ഇവിടെ പ്ലസ് ആണെങ്കിൽ ആൻസർ. അല്ലാണ്ട് ഒരു ഒബ്സർവേഷൻ കൂടിയുണ്ട്. ഈ സംഖ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ മോളിൽ കിടക്കുന്ന പ്ലസ് ആണെങ്കിൽ മോളിൽ കിടക്കുന്നു. പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ 4 അല്ലേ, അതിന്റെ വർഗ്ഗമൂലം എത്ര? 2. സോ ഈ 2 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്യാം. പക്ഷേ ട്വിസ്റ്റ് ആളുകൾ പറഞ്ഞു ഓർക്കുന്നുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇതാണ് നമ്മൾ ഇതുപോലെ ഇപ്പൊ ഈ ട്രിക്ക് എടുക്കുന്നതെങ്കിൽ പ്ലസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓക്കെ, ഇതിനേക്കാൾ തൊട്ട് മുകളിൽ കിടക്കുന്ന വർഗം എടുക്കുക. ഏതാ? പൂർണ്ണവർഗം 4 ആണ്. അതിന്റെ വർഗ്ഗമൂലം 2 ആണ്. സോ പ്ലസ് ആണെങ്കിൽ ആൻസർ 2. അപ്പൊ 2 കിട്ടിയ ഓർത്തോണം. അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയായിട്ടാണ് ഗുണിക്കാൻ പോകുന്നത്. 1 × 2 ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെക്ക് ചെയ്താൽ തെറ്റുകളൊന്നും വരുന്നുണ്ടാവില്ല.
സോ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 2 ട്രിക്കുകൾ പറഞ്ഞു, ഇതാണ് മെത്തേഡ്. 2 ട്രിക്കുകൾ പറഞ്ഞു, രണ്ടും സെയിം തന്നെയാണ് വരാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഘടകങ്ങളാക്കുന്നു. ഇതിന്റെ 1ഉം 2ഉം മാത്രമേ ഘടകങ്ങളുള്ളൂ. സോ അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണോ എന്ന് ഉറപ്പുവരുത്താം. ആണെങ്കിൽ അവർ തമ്മിൽ ഗുണിക്കുമ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ പ്ലസ് ആണ് ചിഹ്നമെങ്കിൽ വലിയ വാല്യൂ എടുക്കുക. ഇപ്പൊ മൈനസ് ആണെങ്കിൽ ചെറുതായിരിക്കും, നമുക്ക് മനസ്സിലാക്കാവുന്ന നമ്മളിലേക്ക് വരുന്നുണ്ട്. അതല്ലാതൊരു രീതിയാണ് പ്ലസ് ഇട്ടാ പോകുന്നതെങ്കിൽ ഈ സംഖ്യക്ക് തൊട്ട് മുകളിൽ കിടക്കുന്ന പൂർണ്ണ വർഗസംഖ്യ നോക്കുക, 4 അതിന്റെ വർഗമൂലം എടുക്കുക, വർഗമൂലം 2 ആണ്. പ്ലസ് ആണെങ്കിൽ തൊട്ട് മുകളിലുള്ള പൂർണ്ണസംഖ്യ പൂർണ്ണ വർഗം എടുത്താൽ മതി, അതിന്റെ വർഗമൂലമായിരിക്കും ആൻസർ. അപ്പൊ ചെക്ക് ചെയ്യേണ്ടത്, ഈ ട്രിക്ക് ഉപയോഗിച്ച് ചെക്ക് ചെയ്യേണ്ടത് 2 കിട്ടി. അപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ 1 ആണ്. 1 × 2 ചെയ്യുമ്പോൾ 2 കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ 2 ആൻസർ ആയിട്ട് എഴുതാം. എന്തെങ്കിലും ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്ത ചോദ്യം കാണുമ്പോൾ ആ കൺഫ്യൂഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത നമുക്ക് √6 + √6 നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ √6 + √6 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ഇനി പറയാൻ പറ്റില്ലേ, √6 + നിങ്ങൾ PSC മോഡലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 6 തൊട്ട് മുകളിൽ കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ എത്രയാ, 9, അതിന്റെ വർഗമൂലം 3. സോ ആൻസർ ഏതായിരിക്കും 3. കാര്യം എന്താ, ഇത് പ്ലസിലല്ലേ പോകുന്നത്, അതുകൊണ്ട് 3 ആയിരിക്കും. ഇനി തൊട്ട് മുമ്പുള്ള സംഖ്യ 2 അല്ലേ, 2 × 3 6 കിട്ടുന്നില്ല. ആക്ച്വലി 6ന്റെ ഫാക്ടേഴ്സ് നോക്കുക, 1,6 2,3. അടുത്തടുത്തുള്ള നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ കിട്ടണം 2 × 3. അതിൽ വലിയ സംഖ്യ പ്ലസ് ആയതുകൊണ്ട് വലിയ സംഖ്യ എടുത്തു 3. ഇതാണ് ആൻസർ. ക്വാഡ്രാറ്റിക് ഈക്വേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല, അത് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയം അവിടെ ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടി കാണുക, ശേഷം ഒന്നുകൂടി ചെയ്ത് നോക്കുക. ഇത് വേണമെങ്കിൽ ആ രീതിക്ക് ചെയ്ത് നോക്കിക്കോളൂ. വേണമെങ്കിൽ വരുന്ന എങ്ങനെയെന്ന് പറയാം. എക്സ് എന്ന് പറഞ്ഞ് വിളിക്കും, അപ്പൊ x² = 6 + x എന്ന് കിട്ടും. ഇവിടെ നിന്ന് നമ്മൾ എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3 എന്നായിരിക്കും ആൻസർ കിട്ടാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ഈസി ആയിട്ട് പറയാൻ പറ്റും. √20 + 20 + 20 + 20 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു. കണ്ടോട് പറയാൻ പറ്റത്തില്ലേ? √20 + 20 + 20 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു. പ്ലസ് ആണുള്ളത്. 20 എന്ന് പറയുന്ന സംഖ്യയുടെ തൊട്ട് മുകളിൽ കിടക്കുന്ന പൂർണ്ണവർഗം ഏതാണ്, 25. അതിന്റെ വർഗമൂലം എത്ര, 5. സോ ആൻസർ എന്തായിരിക്കും, 5 ആയിരിക്കും. 5 × 4 20 അല്ലേ? മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതി കാണിക്കുന്നു. സോ ഈസി ആയിട്ട് കിട്ടത്തില്ലേ, √20 + √20 ഇങ്ങനെ പോകുന്നു ഇൻഫിനിറ്റി വരെ. സോ എന്ത് ചെയ്തു, PSC മോഡലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നേരെ നമ്മൾ ചെയ്യേണ്ടത് 20ന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന പ്ലസ് ആയതുകൊണ്ട് എല്ലാം പ്ലസ് ഇപ്പോൾ തൊട്ട് മുകളിൽ കിടക്കുന്ന പൂർണ്ണ വർഗം നോക്കുക, 25. അതിന്റെ വർഗമൂലം 5 ആണ് ആൻസർ. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ വേണമെങ്കിൽ 5 ആണെങ്കിൽ നമുക്കറിയാം 4 × 5 ആണ് വരേണ്ടത്. 4 × 5 അങ്ങനെ ചെയ്യുമ്പോൾ ഈ സംഖ്യ വരുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പൊ ആൻസർ കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാം. സോ ആൻസർ ഇതിന്റെ 5 ആണ്. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് ഒന്നും പോയില്ല, അല്ലാണ്ട് കണ്ടെത്താൻ പറ്റും. 4ഉം 5ഉം ഇതിന്റെ ഘടകങ്ങളാണല്ലോ. സോ അടുത്തടുത്തുള്ള 2 നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ 20 കിട്ടുന്നത്. ഈ കേസ് മാത്രമല്ല, അത് വലിയ സംഖ്യയാണ് ആൻസർ. സോ അതൊക്കെ എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത് നോക്കുവാണെങ്കിൽ ഈ സെയിം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് മൈനസിലാണ് വന്നിരിക്കുന്നത്. √2 - √2 - √2. സോ അവിടുത്തെ കേസിൽ എന്തായിരിക്കും ആൻസർ? നമുക്ക് 1 × 2 കിട്ടി, അതിൽ വലിയ സംഖ്യയാണ് നേരത്തെ എടുത്തെങ്കിൽ ഇപ്പോൾ ചെറിയ സംഖ്യ. സോ മൈനസിൽ പോകുമ്പോൾ ചെറിയ സംഖ്യ, പ്ലസിൽ പോകുമ്പോൾ വലിയ സംഖ്യ. ഇത് ഓർത്താ പോരെ, മൈനസിൽ പോകുമ്പോൾ ചെറിയ സംഖ്യ, പ്ലസിൽ പോകുമ്പോൾ വലിയ സംഖ്യ. √2 - ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇൻഫിനിറ്റി വരെ. ഇത് ആക്ച്വലി നമ്മൾ ക്വാഡ്രാറ്റിക് പോവുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് ഇതെങ്കിൽ x² വാല്യൂ 2 - x എന്നാണ്. കാര്യം എന്താ, ഇത് 2 ഉണ്ട് മൈനസ് ഇത്രയും ഭാഗങ്ങൾ x എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഈ -x ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും. അപ്പൊ x² + x, ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും. -2 = 0. ഇതാണ് സാർ നമ്മൾ ക്വാഡ്രാറ്റിക് ഈക്വേഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഈ രീതിക്കാണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 2 വാല്യൂസ് ഉണ്ടാവും. നമുക്ക് 2 റൂട്ട്സ് എന്നൊക്കെ പറയും. 2 വാല്യൂസ് ഉണ്ടാവും എക്സിന്. ആ 2 വാല്യൂസിന്റെ പ്രൊഡക്റ്റ് -2ഉം കൂട്ടുമ്പോൾ 1ഉം കിട്ടണം. കൂട്ടുമ്പോൾ +1 പ്രൊഡക്റ്റ് -2. സോ അവിടെ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ, 2ഉം -1ഉം ആണ് വാല്യൂസ് വരാൻ പോകുന്നത്. 2ഉം -1ഉം വാല്യൂസ് വരുമ്പോൾ നമുക്ക് ആൻസറിൽ x = -2ഉം x = 1ഉം വരും. അതുകൊണ്ടാണ് 1 എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് അറിയില്ല, ഇതാ വീണ്ടും കാണിച്ചു തരാം. x² - x + 2x - 2 = 0. ഇവിടെ x കോമൺ എടുത്തു, x × x - 1. ഇവിടെ 2 കോമൺ എടുത്തു, x - 1 = 0. സോ x - 1 കോമൺ ഉണ്ട്, x - 1 × x + 2 = 0. അതിന്റെ അർത്ഥം x = 1 കിട്ടും, x = -2. നമുക്ക് പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി, x = 1. സോ ആൻസർ ഒരു 1. അതാണ് നേരത്തെ നമ്മൾ സംസാരിച്ചത്. 2ന് തൊട്ട് മുകളിൽ കിടക്കുന്ന പൂർണ്ണ വർഗം എടുക്കുന്നു. എത്രയാണ്, 4. അതിന്റെ
വർഗമൂലം 2 ആണ്. സോ 2 ആണെങ്കിൽ ക്ഷമിക്കണം, നമുക്ക് നേരത്തെ പ്ലസ്സിൽ എടുത്തു, ഇവിടെ മൈനസ് ആകുമ്പോൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, മൈനസ് അല്ലേ പോയിരിക്കുന്നത്. സോ 2ൽ താഴെ കിടക്കുന്ന പൂർണ്ണവർഗം നോക്കുക. 2ൽ താഴെ കിടക്കുന്ന പൂർണ്ണവർഗം 1 അല്ലേ, സോ അതിന്റെ വർഗമൂലവും 1 അല്ലേ, സോ 1 വരും. അപ്പൊ ആക്ച്വലി 1 × 2 ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ടല്ലോ. അടുത്തടുത്ത സംഖ്യകൾ ഗുണിക്കുമ്പോൾ, ഇതിന്റെ തൊട്ടടുത്ത സംഖ്യയായിട്ട് ഗുണിക്കുമ്പോൾ ഇത് കിട്ടുമെന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്ക്. അപ്പോൾ നമ്മുടെ ആൻസറിന് തെറ്റില്ലെന്ന് ഉറപ്പിക്കാം. സോ ആൻസർ ചെയ്തൊരു 1 വരും. സോ ഇവിടെ ചെറിയ സംഖ്യ എടുക്കുന്നു, അപ്പോൾ നമ്മൾ തൊട്ട് താഴെ കിടക്കുന്ന പൂർണ്ണവർഗം നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും സെയിം ആണ്, √6 - സോ ഇവിടെ എന്തായി, 6 ആയി, ഇവിടെ 6 ആയി, ഇവിടെ 6 ആയി. സോ നമ്മളിപ്പോൾ പറഞ്ഞ ഷോർട്ട് ട്രിക്ക് വെച്ച് ചെയ്യാനാണെങ്കിൽ 6ന്റെ തൊട്ട് താഴെ കിടക്കുന്ന പൂർണ്ണവർഗം 4, അതിന്റെ വർഗമൂലം 2. സോ ആൻസർ 2 ആണ്. 2 × 3 6 കിട്ടുമല്ലോ, അപ്പൊ പിന്നെ പേടിക്കണ്ട, ഓക്കെ ആണ്. നമുക്ക് നേരത്തെ പ്ലസ് ആയിരുന്നപ്പോൾ 3 കിട്ടി, മൈനസ് ചെറിയ സംഖ്യ 2 കിട്ടി. ഇനി അടുത്ത ചോദ്യം വരാൻ പോകുന്നത് 20 ആണ്. നമ്മൾ നേരത്തെ 20 മൈനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ എന്ത് ചെയ്യണം, എല്ലാം മൈനസിലായതുകൊണ്ട് 20ൽ താഴെ വരുന്ന പൂർണ്ണ വർഗസംഖ്യ 16, അതിന്റെ സ്ക്വയർ റൂട്ട് 4. സോ ആൻസർ 4 ആണ്. 4 × 5 ചെയ്യുമ്പോൾ 20 കിട്ടുന്നുണ്ടല്ലോ. നേരത്തെ നമുക്ക് 5 കിട്ടി, പ്ലസ് ആയിരുന്നപ്പോൾ ഇപ്പൊ മൈനസ് ആയപ്പോൾ 4 കിട്ടി. ഇനി ഒരു ചെറിയ എക്സാമ്പിൾ വേറെ കാണിച്ചു തരാം. 72 - 72, റൂട്ടിനകത്ത് 72 വന്നിരിക്കട്ടെ. ഇതിന്റെ ആൻസർ എന്ത് വരും? 72ന്റെ തൊട്ട് താഴെ കിടക്കുന്ന പൂർണ്ണവർഗം, കാര്യം ഇത് മൈനസ് ഇല്ല, ഏതാ 64, അതിന്റെ വർഗമൂലം 8. ആൻസർ 8 വരും. ആക്ച്വലി 8 × 9 അല്ലേ 72. സോ അടുത്തടുത്ത സംഖ്യകൾ ഗുണിക്കുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ 8 ആണെന്ന് ഉറപ്പിക്കാം. മൈനസ് ആയതുകൊണ്ട് ഇത് പ്ലസ് ആയിരുന്നെങ്കിൽ ആൻസർ 9 വന്നത്. ഈസി അല്ലേ? സോ PSC മോഡൽസിൽ ഇപ്പോൾ നമ്മൾ കണ്ട 3 മോഡലില്ലേ, ഏറ്റവും ആദ്യമേ പറഞ്ഞത്, അതിനുശേഷം രണ്ടാമത് കണ്ടത് ഇൻഫിനിറ്റി മൾട്ടിപ്ലിക്കേഷൻ മോഡൽസ്, 2 കണ്ട ആദ്യമേ. ഏറ്റവും ആദ്യമേ കണ്ടത് എൻഡ് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ മോഡൽ, രണ്ടാമത് കണ്ട് ഇൻഫിനിറ്റി വരെ പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ മോഡൽ, മൂന്നാമത് നമ്മളിപ്പോൾ കണ്ടത് പ്ലസ് ഇട്ട് പോകുന്നതും പിന്നെ മൈനസ് ഇട്ട് പോകുന്നതും. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് PSC ലെവലിൽ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ സുഖമാണ്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് കാണാൻ പോകുന്നത് നോക്കിക്കോളൂ. √3 + ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്ന കേസ് എക്സ്ട്രാ വേരിയൻസും സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ട്. സോ എക്സ്ട്രാ സ്പെഷ്യൽ മോഡൽസിലേക്ക് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ സെഷന്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണിത്. നമ്മൾ ഇതുവരെ കണ്ടത് ബേസിക് മോഡൽസ് ആയിരുന്നു, PSCയിൽ മാത്രം കണ്ടുവരുന്ന, അല്ലെങ്കിൽ ബാക്കി കോമ്പറ്റേറ്റീവ് എക്സാമിലുണ്ടെങ്കിൽ PSCയിൽ അത് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇപ്പൊ കാണാൻ പോകുന്നത് PSCയിൽ ചോദിച്ചിട്ടില്ലെന്നാണ് അറിവ്. ഇനി ചോദിക്കാൻ മേലായില്ല, പക്ഷെ എന്തായാലും 10th പ്രിലിംസിൽ ചോദിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഓൾ ഇന്ത്യ ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇതൊന്ന് അറിഞ്ഞിരിക്കണം. പറഞ്ഞല്ലോ NTPCയിൽ ഈ മോഡൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. √3 + എക്സെട്രാ ടു ഇൻഫിനിറ്റി. സോ ഇതുവരെ പഠിച്ച ആശയം വെച്ചാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാൻ നോക്കും? നമ്മൾ ചെയ്യാൻ നോക്കുന്നത് എല്ലാം പ്ലസ്സിലാണ് പോകുന്നത്. സോ 3യേക്കാൾ തൊട്ട് മുകളിൽ കിടക്കുന്ന പൂർണ്ണവർഗസംഖ്യ 4 ആണ്, അതിന്റെ വർഗമൂലം 2 ആണ്. സോ ആൻസർ 2 എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് പോവും. അവിടെ ഓപ്ഷനിൽ 2 ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യും, മാർക്ക് താഴെ പോവും. കാര്യം എന്താ, 2 എടുക്കുമ്പോൾ 2 എടുത്താൽ 1 × 2 ചെയ്യുമ്പോൾ 3 കിട്ടുമോ ഇല്ല. സോ അവിടെ നിന്ന് മനസ്സിലായല്ലേ ആ ആശയമല്ല വർക്കാവുന്നത്. ആ ഷോർട്ട് ട്രിക്ക് വന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ നിന്നാണെന്നേ. അത് മനസ്സിലായാൽ ഇവിടെ നമ്മൾ തെറ്റ് വരുത്തില്ല. സോ എന്ത് ചെയ്യും, ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസിസ് സോൾവ് ചെയ്ത് കാണിച്ചതിന് ശേഷം ഇവിടെയും നമുക്കൊരു ഷോർട്ട് രീതി ഉണ്ട്, അത് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ നമുക്ക് അതിലേക്ക് പോവാം. സോ എന്ത് ചെയ്യും, നമ്മൾ x = എന്ന് പറഞ്ഞാണ് സാറിനെ വിളിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, x². എന്തുകൊണ്ടാണ് ഇത് സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ വലിയ റൂട്ട് ആശയം ഒന്ന് പോകും. അപ്പൊ എന്ത് സംഭവിക്കും, 3 + x. കാര്യം എന്താ, ഇവന്മാര് നമ്മുടെ എക്സിന്റെ അതുപോലെയല്ലേ കിടക്കുന്നേ, ഇവന്റെ റൂട്ട് പോകുന്നതേ ഉള്ളൂ. ബാക്കി ഇത് നോക്കിയാൽ ഇതേപോലെ വലിയ റൂട്ടിനകത്ത് 3 + √3+ ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. സോ 3 + x ഇത് എപ്പോഴും ഓർത്താൽ മതി. നമുക്ക് പ്ലസ്സിലാണെങ്കിൽ x² = ഈ സംഖ്യ +x എന്ന് പറഞ്ഞു വരും. ഇവിടെ കിടക്കുന്ന സംഖ്യ +x എല്ലായിടത്തും അത് വർക്കാം. ഇവിടെ നിന്ന് x², ഈ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ -x ആവും, 3 ഇപ്പുറത്തേക്ക് വന്നാൽ -3 ആവും, =0 ആയി. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഫോം. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി ഓൾജിബ്രയിൽ വരുന്ന ആശയമാണിത് കേട്ടോ. കോമൺ ഫോം ax² + bx + c = 0 എന്നാണ്. എന്തിനാ ഇത് എഴുതിയെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇവിടെ നിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധാരണ അപ്ലൈ ചെയ്യുന്ന ഷോർട്ട് ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ആശയം എന്ന് പറഞ്ഞാൽ,
എക്സിന് 2 വാല്യൂസ് ഉണ്ടാവാം. ആ 2 വാല്യൂസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും വെച്ചാൽ ആ 2 വാല്യൂസ് ഗുണിക്കുമ്പോൾ -3യും കൂട്ടുമ്പോൾ -1 കിട്ടുമെന്ന് പറയും. അങ്ങനെയാണല്ലോ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തത്. ഇവിടെ അങ്ങനെ ചെയ്യാൻ പോയാൽ പണി കിട്ടും. കാര്യം എന്താ, നമുക്കൊരു പക്ഷേ ആ വാല്യൂസ് എക്സാക്ട്ലി കണ്ടെത്താൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കുന്നുണ്ടാവും. കാരണം ചിലപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് വരാം, ഭിന്നക സംഖ്യകൾ വരാം. അതാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടെത്തും? 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ -3. 2 ഇറാഷണൽ നമ്പേഴ്സ് സാധാരണ നമ്പേഴ്സ് പോലും നമ്മുടെ മനസ്സിൽ വരത്തില്ല, അപ്പോഴാണ് ഇറാഷണൽ നമ്പേഴ്സ് അല്ലേ. സോ അതുകൊണ്ടാണ് പറഞ്ഞ അവിടെ നമുക്ക് ഒരു ഫോർമുല ആവശ്യമുണ്ട്. ഷോർട്ട് ട്രിക്ക് അല്ല കേട്ടോ, വേറെ ഫോർമുല, സാധാരണ ഫോർമുല. ആ ഫോർമുല പറയുന്നത് ഇത്രയേ ഉള്ളൂ. എക്സിന്റെ വാല്യൂസ് കിട്ടാൻ വേണ്ടി -b പ്ലസ് ഓർ മൈനസ് √b² -4ac ഡിവൈഡഡ് ബൈ 2a. പേടിക്കണ്ട പറഞ്ഞുതരാം. ബി ഉദ്ദേശിക്കുന്ന നോക്കി, എക്സിന്റെ ഇവിടെയുള്ള ആൾ എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് എന്ന് പറയും. എക്സിന്റെ തൊട്ടടുത്തുള്ള നമ്പർ. ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നില്ലേ, 1 ഉണ്ട് കേട്ടോ, -1. ഇവിടുത്തെ ബിയുടെ വാല്യൂ -1 ആണ്. എ എന്ന് പറഞ്ഞാൽ x² കോഎഫിഷ്യന്റ്. x² ഇവിടെ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ 1 ആണ്. സോ എ 1 ആണ്. സി എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന കോൺസ്റ്റന്റ്, എക്സ് ഇല്ലാത്ത ആൾ, എക്സ് കൂടെ ഇല്ലാത്ത ആൾ ആരാണ്? -3. ഈ ചിഹ്നവും നമ്മൾ എടുക്കണം, ഓർത്തോളം സി -3. ഈ വാല്യൂസ് ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന നോക്കിക്കോളൂ, b -1. അപ്പൊ -1 എന്ത് വരുന്ന 1 വരും അല്ലേ. സോ -1 വരുന്നത് ഇവിടെ എഴുതാം. ഇത് ഇങ്ങോട്ട് എഴുതുവാണ്, -1 വരും. പ്ലസ് ഓർ മൈനസ് റൂട്ടിനകത്ത് b² -1² 1 മൈനസ് 4 × a × c 4 × 1 4 × -3 -12. അപ്പോൾ മൈനസ് ഇൻറ്റു -12 പ്ലസ് ആണ്. സി ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ടല്ലേ, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ഇൻറ്റു എ ചെയ്യുമ്പോൾ -4 × 1 -4 × -3 ഇപ്പോൾ +12 ഹോൾ ഡിവൈഡ് ബൈ 2a. എയുടെ വാല്യൂ 1 അല്ലേ, സോ 2. ഇത് ചെയ്യുമ്പോൾ ഒരു 1 + or - √13/2. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ഉത്തരം 1 + √13/2 അല്ലെങ്കിൽ 1 - √13/2 എന്നാണ് അതിന്റെ അർത്ഥം. ഈ പ്ലസ് ഓർ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാമായിരിക്കുമല്ലോ. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് മതി. പോസിറ്റീവ് വാല്യൂസ് നമുക്ക് വരുന്നുണ്ടാവുള്ളൂ, എടുക്കുന്നുണ്ടാവുള്ളൂ. സോ അതിന്റെ അർത്ഥം 1-ൽ നിന്ന് √13 വാല്യൂ കുറച്ചാൽ നെഗറ്റീവിലേക്ക് പോകുന്ന അറിയാലോ. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ പ്ലസ് മാത്രമേ എടുക്കൂ. സോ 1 + √13/2 ആണ് ഇവിടുത്തെ ആൻസർ. 1 + √13/2. ഇത് ഇത്രയും ചെയ്ത് കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായും സമയമെടുക്കും അല്ലേ. സോ അതുകൊണ്ട് ഒരു ഷോർട്ട് ഫോർമുല ഓർക്കാമെങ്കിൽ ഈ മോഡൽസ് ഈസി ആയിട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇതിനെ നിങ്ങൾ വിളിക്കുന്ന എക്സ് എന്നോ വൈ എന്നോ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെങ്കിൽ റൂട്ടിനകത്ത് 4 ടൈംസ് ഈ നമ്പർ, തൽക്കാലം ഞാൻ ഇതിനെ എ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ 4a + 1. വീണ്ടും അടുത്ത നോക്കിക്കോണം. 4a + 1 + 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഒരു കോമൺ ഫോം. സി റൂട്ടിനകത്ത് വരുന്ന ആളാണ് സംഭവം. 4 × 3 12 + 1. 4 × 3 12 + 1 4 × 3 12 + 1. അതാണ് ഈ സംഭവം. 4 ഈ 3 എവിടെ നിന്ന് മനസ്സിലായി, ഇത് ഇവിടെ കിടക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്താണോ ഉള്ളത് അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഹോൾ റൂട്ടിനകത്ത് 4a + 1 ഉണ്ട്. +1 വരുന്നത് ഈ ആൾ. ഹോൾ ഡിവൈഡ് ബൈ 2. ഇതാണ് ഇങ്ങനത്തെ മോഡൽസിൽ വന്നാൽ നമ്മൾ നേരത്തെ കണ്ട √2 + √2 + √2 ഇല്ല, അവിടെയും ഇത് വർക്കാം. സംശയം ഉണ്ടെങ്കിൽ നോക്കിയോ, ആ ക്വസ്റ്റിനകത്ത് വർക്ക് ചെയ്ത് കാണിച്ചാൽ ഈ ഒരു കോമൺ ഫോം അവിടെ അതിനേക്കാൾ എളുപ്പമുള്ള ഷോർട്ട് ട്രിക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് പറയാത്തത്. √2 + √2 + ഇങ്ങനെ പോകുന്ന സംഭവത്തിൽ a എന്ന് പറയുന്നത് 2 ആ. 4 × 2 8 + 1 9. 9ന്റെ സ്ക്വയർ റൂട്ട് 3 അല്ലേ. 3 + 1/2 4/2. ആൻസർ 2 നമുക്ക് കിട്ടിയ 2 അല്ലേ. ഇനി 6 ഇട്ട് നോക്കിയോ, 6 ഇട്ട് കൊടുത്താൽ 6 4 24 + 1 25. √25 5 ആണ്. 5 + 1 6 6/2 3. നമുക്ക് അവിടെ കിട്ടിയ ആൻസർ 3 അല്ലേ, പ്ലസ് ആയിരുന്നു. സോ ഈ ഒരു ഫോം ഓർ ചെയ്യുന്നുള്ളത് √4a + 1 + 1 ഡിവൈഡ് ബൈ 2. ഇതാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട് രീതി എന്ന് പറയുന്നത്. വേറെ ഒന്നും തൽക്കാലം ഇല്ല, അല്ലെങ്കിൽ കറക്കി കുത്തേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ചെയ്തെടുക്കേണ്ടി വരും. സോ ഓർത്തോളൂ, കോമൺ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോമാണ് ഈ മോഡൽ. NTPC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനിയുള്ള എക്സാംസിൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. SSC ഒക്കെ പോലത്തെ എക്സാംസിൽ, CGL പോലത്തെ ലെവൽസിലൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നേരത്തെയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് നോക്കൂ, √8 + √8 + √8 + √8. നോക്കിക്കോളൂ, ഈ ക്വസ്റ്റ്യനിൽ വാല്യൂ ഒന്ന് മാറിയെന്നേ ഉള്ളൂ. 8 ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു.
അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്ന കേസ് ഇതാ ഈ ഫോം ഓർത്താൽ മതി. റൂട്ട് ഓഫ് 4a പ്ലസ് 1 പ്ലസ് 1/2. എയുടെ വാല്യൂ 8 ആണ്. 8 into 4 32 പ്ലസ് 1 33. സോ റൂട്ട് ഓഫ് 33 പ്ലസ് 1/2. ഇനി ഓപ്ഷനിൽ ഇങ്ങനെയല്ലാണ്ട് ഒരു അപ്രോക്സിമേഷൻ രീതിയിലുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എത്താൻ പറ്റും റൂട്ട് 33. അതിന്റെ വാല്യൂ ഏകദേശം എന്ത് വരും എന്ന് പറയാൻ പറ്റും. ഒന്ന് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ എഴുതി നോക്ക്. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും അധികം വിചാരിക്കണ്ട. റൂട്ട് 33, 5ന്റെ സ്ക്വയർ 35, 6ന്റെ സ്ക്വയർ 36. സോ ഇതിന്റെ ഇടയ്ക്കല്ലേ വരുന്നത്. ഇനി 55ന്റെ സ്ക്വയർ എത്രയാ? നേരത്തെ നമ്മൾ പറഞ്ഞതല്ലേ 25 ലാസ്റ്റ് ഉണ്ട്, 30 25. 3030നേക്കാൾ വലുതല്ലേ 33. സോ 5.5നേക്കാൾ വലുതായിരിക്കും. സോ ഏകദേശം 5.5നും 6നും ഇടയ്ക്കേ വരുള്ളൂ വാല്യൂ. അതിലൂടെ ഒന്ന് കൂട്ടിയാൽ മാക്സിമം 6.5 to 7 ഇടയ്ക്ക് വരുന്നുണ്ട്. ഡിവൈഡ് ബൈ 2 ചെയ്താൽ എന്ത് വരുന്നുണ്ടാവും? അപ്രോക്സിമേഷൻ വെച്ച് ഏതെങ്കിലും ഒരു വാല്യൂ അടുത്തുണ്ടാവുള്ളൂ. അങ്ങനെ തന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഓപ്ഷൻ എടുത്തോളൂ. 6.5/2നും 7/2, അതായത് 3.5നും 3.5നും 6.5/2 എത്ര? 3.25. അതിനിടയ്ക്കുള്ള ഒരു വാല്യൂ മാക്സിമം കേസിൽ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുള്ളൂ, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ കൊടുക്കുള്ളൂ. സോ ബേസിക് ഫോം എന്താണ്? റൂട്ട് അത് 4a പ്ലസ് 1 ഡിവൈഡ് ബൈ 2. ഇത് വന്നത് നമ്മൾ ക്വാഡ്രാറ്റിക്കിലൂടെ കാണിച്ചു. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് നോക്കുക, മീൻസ് ബാക്കിലേക്ക് പോയി നോക്കുക. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത് നോക്കുക. റൂട്ട് 40 പ്ലസ് റൂട്ട് 40 പ്ലസ് റൂട്ട് 40 പ്ലസ് റൂട്ട് 40 പ്ലസ് റൂട്ട് അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു. സോ ഇവിടെ 40 ആയി, വേറെ വ്യത്യാസമൊന്നുമില്ല. 40 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു. സെയിം രീതിയിൽ എയുടെ വാല്യൂ 40 into 4 160 പ്ലസ് 1 161 റൂട്ട് 161 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആൻസർ. ഈസി അല്ലേ? സോ അത് മനസ്സിലായെങ്കിൽ, സോ ഇങ്ങനത്തെ ബോൾസ് വന്നാൽ നിങ്ങൾ ഏറ്റവും ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് അടുത്തടുത്തുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കിട്ടുന്നുണ്ടോ. ഇല്ലെങ്കിൽ ഓർത്തു നേരെ ഇതാണ് വേറെ ഒന്നുമില്ല. ഇനി അടുത്തടുത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ കിട്ടുന്ന ആൾക്കാർക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതും കണ്ടല്ലോ. സോ അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 4th ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് 3 - 3 - 3 - 3 -1. നമ്മുടെ പ്ലസ് അല്ലേ കണ്ടേ? നേരത്തെ നമ്മൾ മൈനസ് ഇട്ട കേസ് കണ്ടിരുന്നു അല്ലെ? അവിടുത്തെ കേസിൽ എന്തായിരുന്നു? വർഗമൂലം നോക്കും. താഴെയുള്ള വർഗം എടുത്തു, അതിന്റെ വർഗമൂലം. ഇവിടെ അങ്ങനെ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? കാര്യം നമുക്ക് അടുത്തടുത്തുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ല. സോ ഇവിടെ നേരത്തെ കണ്ട സെയിം ഫോർമുല ഉപയോഗിക്കാൻ പറ്റും. കുഞ്ഞു വ്യത്യാസം, ഒരു ചെറിയ വ്യത്യാസം വരും. അതെന്താണെന്ന് ക്വാഡ്രാറ്റിക്കിലൂടെ കാണിച്ചു തരാം. x² = 3 - x. ശരിയല്ലേ? 3 - x. x² - x ഇപ്പുറത്തുള്ള പ്ലസ് x ആണ്. -3 = 0. സോ b -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² 1² -4ac പ്ലസ് 4 into 3 12. എന്തുകൊണ്ടാണ് പ്ലസ് ആയത്? കാരണം -4ac ആണ്. സിയുടെ വാല്യൂ മൈനസ് ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ഹോൾ ഡിവൈഡ് ബൈ 2a. അപ്പൊ 2 അല്ലേ? സോ ഇതിന്റെ ആൻസർ എന്ത് വരും? -1. നമ്മൾ പ്ലസ് മാത്രം എടുത്താൽ മതി. പ്ലസ് √13/2. ഈ √13 നേരത്തെ നമുക്ക് കിട്ടിയില്ലേ? ഈ 2 നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇയാളല്ലേ മാറിയുള്ളൂ. സോ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതും? √13 - 1/2. നേരത്തെ നമ്മൾ എഴുതിയ ഫോർമുല എന്തായിരുന്നു? റൂട്ടിനകത്ത് 4a + 1 + 1/2 ആയിരുന്നു. ശരിയല്ലേ? എപ്പോൾ നമുക്ക് മൊത്തത്തിൽ പ്ലസ് ആയിരുന്നു, ടോട്ടലി പ്ലസ് ആയിരുന്നു. സോ 4 into 3 12 + 1 13 √13 + 1/2 ആണ് നേരത്തെ എഴുതിയത്. ഇവിടെ എന്ത് കിട്ടി? -1/2. സോ ഫോർമുലയിൽ ഒരു കുഞ്ഞു മാറ്റം. എന്താണ്? +1 വരെ ഇവിടെ -1 ആയി, വേറൊന്നുമില്ല. സോ ഈ ഫോർമുലയിൽ ഓർക്കാൻ പറ്റില്ല. √4a + 1 + 1/2 ആണ് എല്ലാം പ്ലസിൽ പോയിരുന്നെങ്കിൽ. ഇവിടെ എല്ലാം മൈനസിൽ പോകുന്നതുകൊണ്ട് √4a + 1 -1/2. ഈസി അല്ലേ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. റൂട്ട് ഓഫ് 8 - 8 - 8 - 8 - 8 ഇൻഫിനിറ്റി വരെ പോകുന്നു. നേരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലേ? 4 into 8 32 + 1 √33 -1/2. സോ എന്ത് എഴുതാൻ നോക്കിക്കോളൂ. 8 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ അതിന്റെ ആൻസർ വേണം. അതിന്റെ ആൻസറിലേക്ക് പോകാൻ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതേ ഫോർമുല ഉപയോഗിച്ചാൽ റൂട്ട് ഓഫ് 4a + 1 -1/2. 4 into 8 32 + 1 33. So √33 - 1/2. ഓക്കെ അല്ലേ? √33 - 1/2. ഈ 4a + 1 വന്നതൊക്കെ മനസ്സിലായില്ലേ? ഇത് ആക്ച്വലി ആ b² വാല്യൂ.
ഈ 4a വരുന്നത് ആക്ച്വലി 4ac ഇല്ലേ, ഈ എയുടെ വാല്യൂ ആക്ച്വലി 1 ആണ്. ഈ സി ആണ് നമ്മൾക്ക് ഇവിടെ ഈ ആളായിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള ആളെ 4 കൊണ്ട് ഗുണിക്കണം, അവിടെ ഉള്ള 4 കൊണ്ട് ഗുണിക്കണം. അത് മാത്രമേ ഓർത്താൽ മതി. ബി സ്ക്വയർ മൈനസ് 4ac 4b എന്നാണ് അതൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. സോ ഈ മോഡൽ വന്നാൽ ഓക്കെ ആണല്ലോ. ഇനി വേണമെങ്കിൽ വേറൊരു ചോദ്യം കൂടി കാണിച്ചു തരാം. ഇപ്പൊ റൂട്ടിനകത്ത് 13 മൈനസ് റൂട്ട് 13 മൈനസ് റൂട്ട് 13 ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു, മൈനസ് ഇട്ട് എന്ത് എഴുതും? റൂട്ട് ഓഫ് 4a പ്ലസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ 2. a 13 13 4 52 പ്ലസ് 1 53 റൂട്ട് 53 മൈനസ് 1 ബൈ 2. ഇനി ഇവിടെ വാല്യൂ മാറി നിൽക്കുന്നത് 14 14 14 ആയിരിക്കട്ടെ, ഇട്ട് കൊടുക്കുക. 4a പ്ലസ് 1 4 ഇൻറ്റു a 14 ആണ്, 4 ഇൻറ്റു 14 56 56 പ്ലസ് 1 57 മൈനസ് 1 ബൈ 2. ഇനി ആക്ച്വലി 12 ആയിരുന്നെങ്കിലോ, ഇത് ആക്ച്വലി 4 ഇൻറ്റു 3 ആണ്, ആൻസർ 3 വരും എന്നറിയാലോ. അതും ഫോർമുലയെ വർക്കാവും. നമ്മുടെ എ എന്ന് പറഞ്ഞാൽ 12 ആണ്. 4 ഇൻറ്റു 12 എത്രയാ? 48 പ്ലസ് 1 49 റൂട്ട് 49 മൈനസ് 1 ബൈ 2 റൂട്ട് 49 7 ആണല്ലോ, 7 മൈനസ് 1 ബൈ 2 7 മൈനസ് 1 6 6 ബൈ 2 ആൻസർ 3. 4ഉം 3യിലും നമ്മൾ മൈനസ് ആയതുകൊണ്ട് 3 എടുക്കും, നേരത്തെ കണ്ടിട്ടുണ്ട്. ആ ഫോർമുല ഇതും വർക്കായില്ലേ? സോ ഇത്രയേ ഉള്ളൂ. സോ ഫോർമുല ഓർത്തിരുന്നാൽ മതി. ആ ഫോർമുല ഓർത്തിരുന്നാൽ ക്വാഡ്രാറ്റിക്കിലേക്ക് പോകേണ്ടി വരില്ല. ഈ കണ്ട മോഡൽ ഓൾ ഇന്ത്യ ലെവൽ എക്സാംസിൽ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് ചെയ്യരുത്. ഒരു പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ഷിഫ്റ്റിൽ ഏതെങ്കിലും എക്സാമിൽ വന്നാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ വിട്ട് കളയേണ്ടി വരും. ഷോർട്ട് കട്ട് മാത്രം പഠിച്ചു വെച്ചാൽ ഇവിടെ നമ്മൾ തെറ്റിക്കും, മറ്റേ ഷോർട്ട് ട്രിക്ക് എടുത്ത് അപ്ലൈ ചെയ്യും. സോ ഈ സെഷനിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഇതാണ്. ഈ മോഡൽസിൽ റൂട്ടിനകത്ത് പ്ലസ് ഇങ്ങനെ വന്നു പോകുന്ന കേസ്, അവിടെ നമുക്ക് അടുത്തടുത്ത നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ ആ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ വലിയ സംഖ്യ. അതിനുവേണ്ടി ചെയ്ത വേറൊരു ട്രിക്കാണ്, നമ്മുടെ തന്നിരിക്കുന്ന നമ്പറിന്റെ തൊട്ട് മുകളിലുള്ള പൂർണ്ണ വർഗം എടുത്തു, അതിന്റെ വർഗ്ഗമൂലമാണ് ആൻസർ. ഇനി മൈനസിൽ പോകുന്ന കേസിൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിച്ചാൽ അതിൽ ചെറിയ നമ്പറാണ് ആൻസർ എന്ന് കണ്ടു. അവിടെ ചെയ്ത മറ്റൊരു ഷോർട്ട് രീതി എന്ന് പറഞ്ഞ ട്രിക്ക് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യ, റൂട്ടിനകത്തുള്ള സംഖ്യ അതിനേക്കാൾ ചെറുത്, അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന പൂർണ്ണവർഗം പെർഫെക്റ്റ് സ്ക്വയർ എടുത്തു, അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരുന്നു ആൻസർ. എപ്പോൾ മൈനസ് വരുന്ന കേസ്. പിന്നെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ സ്പെഷ്യൽ കേസസ് എന്ന് വെച്ചാൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റാത്ത കേസിൽ അവിടെ ക്വാഡ്രാറ്റിക്കിന്റെ ആശയത്തിൽ നിന്ന് വന്ന ഫോർമുലയാണ് റൂട്ടിനകത്ത് 4a പ്ലസ് 1 പിന്നെ പ്ലസ് 1 ഡിവൈഡ് ബൈ 2. എപ്പോൾ ടോട്ടൽ പ്ലസ്സിലാണ് പോകുന്നെങ്കിൽ, എല്ലാം മൈനസിലാണ് പോകുന്നെങ്കിൽ റൂട്ട് ഓഫ് 4a പ്ലസ് 1 മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ 2. എന്ന് പറഞ്ഞതാണ് നമ്മുടെ റൂട്ടിനകത്തുള്ള നമ്പർ. ഇത്രയേ ഉള്ളൂ. സോ അത് മനസ്സിലായെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഇതിൻ്റെ അടുത്തൊരു വെറൈറ്റിയാണ്. റൂട്ട് 6. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ടൊരു മോഡലാണ്, പക്ഷേ ചിഹ്നം ശ്രദ്ധിച്ചോ. റൂട്ട് 6 പ്ലസ് റൂട്ട് 6 മൈനസ് റൂട്ട് 6 പ്ലസ് റൂട്ട് 6 മൈനസ്. നമ്മൾ ഇതുവരെ കണ്ടത് എല്ലാം പ്ലസിൽ പോകുന്ന അല്ലെങ്കിൽ എല്ലാം മൈനസിൽ പോകുന്ന 2 തരങ്ങൾ. ഇവിടെ നമ്മളിപ്പോൾ കണ്ട തരങ്ങളെല്ലാം തന്നെ വന്നോട്ടെ പ്ലസ് മൈനസ്, ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും വന്നാൽ എന്ത് സംഭവിക്കും കാണണ്ടേ? എങ്കിൽ സെഷൻ തുടർന്നും കണ്ടുകൊള്ളുക. ഈ മോഡൽസ് ഒക്കെ SSCയിൽ വന്നിട്ടുള്ളതാണ്. ഇത് കൂടാണ്ട് മറ്റ് വെറൈറ്റീസ് ഉണ്ട്, അത് ഇപ്പം നമ്മൾ കാണുന്നുണ്ടാവില്ല. SSCയുടെ സെപ്പറേറ്റ് ക്ലാസ്സുകൾ നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷെ ഇതും കൂടി ഒന്ന് കണ്ടേക്ക്, ചിലപ്പോൾ റെയിൽവേ പോലത്തെ എക്സാംസിൽ എവിടെയെങ്കിലും യൂസ് ആയേക്കാം. അങ്ങനെയെങ്കിൽ ഈ മോഡൽസ് കൂടി കണ്ടിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് ചെയ്യാം.